നമസ്കാരം. ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ലത്തീൻ സീറോ മലബാർ മലങ്കര റീത്തുകളിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതകൾ, അസംബ്ലിയുമായി ബന്ധപ്പെടുന്ന കാഴ്ചകൾ ഒക്കെയാണ് ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഓരോ എപ്പിസോഡുകളിലൂടെയും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വ്യത്യസ്തങ്ങളായ രീതിയിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഈ കാഴ്ചകൾ മതബോധന അധ്യാപകർക്കും ഇടവക സമൂഹത്തിനുമൊക്കെ വളരെയധികം പ്രയോജനകരമാകുന്നു എന്ന് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ആലപ്പുഴ രൂപതയിലെ അഴീക്കൽ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലാണ്. ദേവാലയത്തിനകത്ത് ഇപ്പോൾ മതാധ്യാപകരും മാതാപിതാക്കളും ഒക്കെ ഉണ്ട്. നമുക്ക് ദേവാലയത്തിനകത്ത് കടന്ന് കൂടുതൽ കാര്യങ്ങളെ തിരിച്ചറിയാം. എന്തിനാണ് വിശ്വാസ പരിശീലനം? ഈ വിശ്വാസ പരിശീലനം കൊണ്ടിട്ട് നമുക്കുള്ള നേട്ടം എന്താണ്? ജൂഡോച്ചൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയ്ക്ക് പ്രധാനമായിട്ടും 3 ദൗത്യങ്ങളാണുള്ളത്. അതിലൊന്നാമതായിട്ട് പഠിപ്പിക്കുക, രണ്ടാമതായിട്ട് പ്രസംഗിക്കുക, മൂന്നാമതായിട്ട് വിശുദ്ധീകരിക്കുക. ഇതിലെ സഭയിലെ ഒന്നാമത്തെ ദൗത്യമായ പഠിപ്പിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് വചനവാഹി മതബോധന കേന്ദ്രം ഈ ദേവാലയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ അർത്ഥവത്തായിട്ടും കാര്യപ്രാപ്തിയോടും കൂടെ വചനവാഹി മതബോധന കേന്ദ്രം നിർവഹിക്കുന്നു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്നുള്ളത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പഠിപ്പിക്കുക. ക്രിസ്തു എനിക്കാര്, സഭ എന്ത്, ക്രിസ്തു പഠിപ്പിച്ച മൂല്യങ്ങളിൽ കുട്ടികൾ വളർന്നു വരുവാനായിട്ട് എങ്ങനെ സഹായിക്കുവാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബൗദ്ധിക തലത്തിൽ പഠിപ്പിക്കുക മാത്രമല്ല, വിശ്വാസ പരിശീലന കേന്ദ്രത്തിലൂടെ പ്രവൃത്തി കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ പരിശീലനമാണ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു പരിധിവരെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിലൂടെ ഞങ്ങൾക്ക് കുട്ടികളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനായിട്ട് പ്രാർത്ഥിക്കുകയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് വിശ്വാസ പരിശീലനം, അത് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്നുള്ളത് വളരെ ഭംഗിയായി ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ നമ്മോട് പറഞ്ഞു. നമുക്കൊരു കയ്യടി കൂടി അച്ഛനെ കൊടുക്കാം. അടുത്തത്, അഴീക്കൽ ദേവാലയത്തിൽ ഓരോ ആഴ്ചകളിലും ജന്മദിനം ആഘോഷിക്കുന്ന കുട്ടികളെ അഭിനന്ദിക്കുന്ന ഒരു പതിവുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എബിൻ ആൽബർട്ട് സാറിൻ്റെ കൂടെയുണ്ട്. സാറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് തിരിച്ചറിയാം. നമ്മൾ ഒരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഞായറാഴ്ച മുതൽ അത് തീരുന്നത് വരെയും നമ്മൾ തലേ ആഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടികളെ നമ്മൾ ദേവാലയത്തിൽ എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരികയും അവർക്ക് നമ്മൾ ബർത്ത്ഡേ വിഷ് സോങ് ആലപിക്കുകയും അതോടൊപ്പം ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് നമ്മൾ വർഷങ്ങളായിട്ട് തുടർന്നു പോരുന്നു. അത് അവർക്ക് നൽകുന്നൊരു അംഗീകാരവും പ്രശംസയും കൂടിയാണ്. അപ്പോൾ ആ കുട്ടികളെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. നാല് പേരാണ് ജന്മദിനം ആഘോഷിച്ചിട്ടുള്ളത്. നമുക്കൊരു മംഗളഗാനം പാടി അവരെ അഭിനന്ദിക്കാം. ആഘോഷിച്ച 4 പേർക്കും ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ പ്രത്യേക
ആശംസകളും അറിയിക്കുന്നു. അടുത്തത് വിശുദ്ധനെ പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധനെ പരിചയപ്പെടുത്തുന്നത് ഗ്രറ്റ എന്ന കുട്ടിയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ വചനപീഠത്തിൽ ആള് റെഡിയാണ്. അനുദിന വിശുദ്ധർ. സെപ്റ്റംബർ 10 ടൊളന്തീനോയിലെ വിശുദ്ധ നിക്കോളാസ്. ഫെർമോയ്ക്ക് സമീപം സെൻറ്റ് ആഞ്ചലോയിൽ വളരെ താണ ഒരു കുടുംബത്തിൽ 1245 നിക്കോളാസ് ജനിച്ചു. ദരിദ്രനായിരുന്നെങ്കിലും മാതാപിതാക്കന്മാർ ഭക്തരായിരുന്നു. ബാല്യത്തിലെ നിക്കോളാസ് പ്രാർത്ഥനാശീലനായിരുന്നു. മാത്രമല്ല അതീവ ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുകയും ചെയ്തിരുന്നു. ദരിദ്രരെ ബാലൻ ആർദ്രമായി സ്നേഹിച്ചിരുന്നു. വഴിയിൽ കാണുന്ന ദരിദ്രരെ വിളിച്ച് തനിക്ക് വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് കൊടുത്തിട്ടേ അവൻ ഭക്ഷിച്ചിരുന്നുള്ളൂ. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവൻ ഉപവസിച്ചിരുന്നു. യൗവനത്തിലേക്ക് നീങ്ങിയപ്പോൾ തിങ്കളാഴ്ചകൾ കൂടി അവൻ ഉപവസിച്ചിരുന്നു. സാധാരണ യുവാക്കൾ കാണാറുള്ള ദുഷിച്ച വാസനകൾ അവനിൽ കണ്ടിരുന്നില്ല. സൽഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലും ഭക്തസംഭാഷണങ്ങൾ ഏർപ്പെടുന്നതിലും ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിലുമായിരുന്നു അവൻ്റെ ആനന്ദം. വിദ്യാഭ്യാസത്തിൽ പുരോഗമനം അതിശീഘ്രമായിരുന്നു. 18ാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ സന്യാസികളുടെ ഗണത്തിൽ ചേർന്ന് നോവിഷേറ്റ് പൂർത്തിയാക്കുകയും ചെയ്തു. യഥാകാലം പൗരോഹിത്യം സ്വീകരിക്കുകയും ബലിപീഠത്തിൽ സ്രാപ്പേ മാലാഖയെ പോലെയാണ് നിന്നിരുന്നത്. ദൈവസ്നേഹാഗ്നി മുഖത്ത് ഇരുന്നിരുന്നു. കുർബാനയുടെ സമയത്ത് കണ്ണുനീർ ധാരയായി ഒഴുകിയിരുന്നു. ഒരു വിശുദ്ധൻ്റെ കുർബാന എന്ന പോലെയാണ് ഭക്തജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കുർബാന കണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ അവസാനത്തെ 30 വർഷം ടൊളന്തീനോയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസം. അത് ആ നാട്ടുകാർക്ക് വളരെയേറെ ആത്മീയ ഉപകാരം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. തദനുസരണം മാനസാന്തരവും ഉണ്ടായിരുന്നു. കുമ്പസാരത്തിലായാലും വേദോപദേശ ക്ലാസ്സുകളായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഹൃദയം ഭേദിച്ചിരുന്നു. 1306 സെപ്റ്റംബർ 10 നിക്കോളാസ് നിര്യാതനായി. 1446 എവുസേബിയൂസ് ചതുർത്ഥൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. വിചിന്തനം. നന്മരണം ആഗ്രഹിക്കുന്നെങ്കിൽ നീതിമാനായി ജീവിക്കുക. ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കുന്നവർ ദുർഭകരായി മരിച്ചിട്ടില്ല. വിശുദ്ധ നിക്കോളാസ് ഏത് വർഷമാണ് ജനിച്ചത്? കൃത്യമായ ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. 18ാമത്തെ വയസ്സിൽ വിശുദ്ധ നിക്കോളാസ് ആരുടെ സന്യാസഭയിലാണ് ചേർന്നത്? വിശുദ്ധ അഗസ്തീനോ. ശരിയാണ് ഉത്തരം. ഉത്തരം ശരിയാണ്. ജീവിതത്തിൻ്റെ അവസാനത്തെ എത്ര വർഷമാണ് ടൊളന്തീനോയിലായിരുന്നത്? ശരിയാണോ? 3ാമത്തെ ഉത്തരവും ശരിയാണ്. വിശുദ്ധ നിക്കോളാസ് നിര്യാതനായത് എന്ന്? ശരിയാണ്. 1446 ഏത് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തത്? ഉറച്ചു പറയൂ. സമ്മാനം കൃത്യമായ ഉത്തരം പറഞ്ഞ 5 പേര് ഇങ്ങോട്ട് വരും. വിശുദ്ധനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം 5 ചോദ്യങ്ങൾ. 5 ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ ഉത്തരം നൽകിയവർക്ക് സമ്മാനമായി മഞ്ചാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ. അടുത്തത് കുട്ടികളോടുള്ള എൻ്റെ ചോദ്യമാണ്. ഗുഡ്നസ് ടിവിയുടെ മെമൻറ്റോ സമ്മാനമായി നൽകുന്ന 4 ചോദ്യങ്ങൾ. റെഡിയാണോ? ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്: കോഴി കൂകിയപ്പോൾ യേശു എന്താണ് ചെയ്തത്? കോഴി കൂകിയപ്പോൾ യേശു എന്താണ് ചെയ്തത്? ഉത്തരമറിയാവുന്നയാൾ കൈ ഉയർത്തിയാൽ മതി. അവിടെ ഏറ്റവും പിന്നിൽ ഒരു കൈ ഉയർന്നിട്ടുണ്ട്. എഴുന്നേറ്റ് വന്നേ. നല്ലൊരു കയ്യടി കൊടുത്തേ. നല്ല ഒരു വെടിക്കെട്ട് കയ്യടി കൊടുത്തേ. എഴുന്നേറ്റ് വരുന്നയാൾക്ക് ഉത്തരം ശരിയോ തെറ്റോ എന്തുമാകട്ടെ, നമുക്ക് അറിയാം യേശു എന്താണ് ചെയ്തത്. പത്രോസിനെ നോക്കി. വേറെ ആരുമില്ലായിരുന്നു അവിടെ നോക്കാൻ പറ്റിയ. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി എന്നാണ് ലൂക്കാ സുവിശേഷകൻ 22-ാം അധ്യായത്തിൻ്റെ 55-ാം വാക്കായി രേഖപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ കൃത്യമായ ഉത്തരമാണോ? ഗുഡ്നസ് ടിവിയുടെ മെമൻറ്റോയും നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന പുസ്തകവും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു. രണ്ടാമത്തെ ചോദ്യം എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഉത്തരമാണ്. യേശുവിൻ്റെ കുരിശു ചുമന്ന ശിമയോൻ ഏത് നാട്ടുകാരനായിരുന്നു? അവിടെ ഏറ്റവും പിന്നിൽ ഒരു പെങ്കൊച്ച് കൈ ഉയർത്തിക്ക്, എഴുന്നേറ്റ് വാ. വലിയ ആത്മവിശ്വാസത്തോടുകൂടെയാണ് വരവ്. നല്ല ചിരി. അടുത്ത് നിന്നു, നേരെ നിന്നു. പേര് പറഞ്ഞു. എൻ്റെ ഷിജിന ആണ് വന്നിട്ടുള്ളത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 9. എന്താണ് ഉത്തരം? കെവുറിൻകാരനായ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? അവിടെ ടീച്ചർക്കൊരു സംശയമുണ്ട്. എന്താണ് ഉത്തരം? ഉത്തരം ശരിയല്ല എന്ന് ടീച്ചർ പറഞ്ഞു. അല്ലേ? ഉറച്ചു പറയും. അല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. എന്തെങ്കിലും സംശയമുണ്ടോ? കെവുറിൻകാരൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചർ അവിടെ ഒരു സംശയവും രേഖപ്പെടുത്തി. മറ്റാർക്കും കൃത്യമായ ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് ലൂക്കാ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത് കിറേനക്കാരൻ എന്നാണ്. കെവുറിൻകാരനായ കിറേനക്കാരൻ. പറഞ്ഞേ. കെവുറിൻകാരൻ എന്നുള്ളത് ലൂക്കാ സുവിശേഷകന്റെ 23-ാം അധ്യായം 26-ാം വാക്കാണ്. വളരെ കൃത്യമായ ഉത്തരമാണ്. നല്ല കയ്യടി കൊടുത്തേ. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സിസ്റ്ററെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. സിസ്റ്റർ വന്നേ. ഗുഡ്നസ് ടിവിയുടെ മെമൻറ്റോയും നല്ലപ്പൻ്റെ ചാവരുൾ എന്ന പുസ്തകവും ഞാൻ സിസ്റ്റർക്ക് കൈമാറുന്നു. സിസ്റ്റർ കൊടുത്തോളൂ, മോൾക്ക് കൊടുത്തോളൂ. മൂന്നാമത്തെ ചോദ്യം. യേശുവിൻ്റെ മരണം കണ്ടുനിന്ന ശതാധിപൻ പറഞ്ഞതെന്ത്? യേശുവിൻ്റെ മരണം കണ്ടുനിന്ന ശതാധിപൻ പറഞ്ഞത് എന്താണ്? അവിടെ ഒരാൾ കൈ ഉയർത്തിയിട്ടുണ്ട്. എഴുന്നേറ്റ് വന്നോളൂ. നല്ല കയ്യടി കൊടുത്തേ. നമ്മുടെ ഗുഡ്നസ് സ്റ്റാറായി തിരഞ്ഞെടുത്ത ആളാണ്. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞത് എൻ്റെ മുഖത്ത് നോക്കിയാണ്. ലൂക്കാ സുവിശേഷകൻ 23-ാം അധ്യായം 24-ാം വാക്യം വളരെ കൃത്യമായ ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പിന്നിൽ നിന്ന് സിസ്റ്ററെ വിളിക്കുന്നു. സിസ്റ്റർ, സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് സിസ്റ്റർ സുബാല DSS, നമ്മളുടെ തൊട്ടടുത്തുള്ള കോൺവെൻറ്റിലെ മദർ സുപ്പീരിയറാണ്. സിസ്റ്റർക്ക് ഞാൻ കൈമാറിയിരിക്കുന്നു. സിസ്റ്റർ കൊടുത്തോളൂ. നാലാമത്തേതും അവസാനത്തേതുമായ ചോദ്യം വളരെ സുപ്രധാനമാണ്. ചോദ്യം ഇതാണ്: യേശു അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തത് എന്ത്? ഇവിടെ ഒരു കുഞ്ഞുമോൻ പേര് പറഞ്ഞ്.
അൽറിൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 3. എന്താണ് ഉത്തരം? ഇത് നിങ്ങൾക്കായി ചെയ്യപ്പെടുന്ന അപ്പമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കൃത്യമായ ഉത്തരമാണോ? ആണോ? ഒരു അമാന്തം എന്താണ്? ശരിയാണോ? ലൂക്കാസ് സുവിശേഷകൻ 22-ാം അധ്യായം 19-ാം വാക്യമാണ്. നല്ലൊരു കയ്യടി കൊടുത്തേ. സിസ്റ്റർ ഇങ്ങോട്ട് വരും. ഒരു കയ്യടി കൊടുത്തേ സിസ്റ്റർക്ക്. നമ്മുടെ കോൺവെൻറ്റിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മളുടെ കോൺവെൻറ്റ് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിലുള്ള ഇടപെടലിലുമൊക്കെ വളരെ മികച്ച പ്രകടനം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സമ്മാനം ഏറ്റുവാങ്ങുന്നു. സിസ്റ്റർ കൊടുത്തോളൂ. നല്ല കയ്യടി കൊടുത്തേ. അടുത്തത് മതബോധന അധ്യാപകരോടുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക സുവിശേഷകൻ ആരാണ്? ഇവിടെ സാറ് ഒരു ഉത്തരം പറയുന്നുണ്ട്. എഴുന്നേറ്റ് വരും. മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക സുവിശേഷകൻ ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. എന്താണ് ആ ഉത്തരം? ലൂക്കാസ് സുവിശേഷം. ലൂക്കാസ് സുവിശേഷകനാണ് മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് സാറ് പറയുന്ന ഉത്തരം. ആ ഉത്തരം ശരിയാണോ? ശരിയാണെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഗുഡ്നസ് ടിവിയുടെ മെമൻറ്റോയും നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന പുസ്തകവും വളരെ സ്നേഹത്തോടെ ഞാൻ സാറിന് കൈമാറുന്നു. നല്ല കയ്യടി കൊടുത്തേ. ആലപ്പുഴ രൂപതയിലെ അഴീക്കൽ സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൻ്റെ വിശ്വാസ പരിശീലന പ്രത്യേകതകളാണ് നമ്മൾ ഈ സമയം കണ്ടുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ഈ പ്രത്യേകതകളും കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വിശുദ്ധ ബലിയർപ്പണത്തിന് മുൻപ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും ഓരോ ആഴ്ചയ്ക്ക് മുൻപ് ലോഗോസ് ക്വിസുമായി ബന്ധപ്പെട്ടുള്ള പഠനഭാഗങ്ങൾ അവർക്ക് നൽകുന്നതും അതിനുശേഷം അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുന്നവർക്ക് സമ്മാനം നൽകുന്നതും അതിനുശേഷമുള്ള പ്രവേശന ഗാനവും വിശുദ്ധനെ പരിചയപ്പെടുത്തലും ജന്മദിനം ആഘോഷിക്കുന്നവരെ പരിചയപ്പെടുത്തലുമൊക്കെ നാം കണ്ടു കഴിഞ്ഞു. ഗുഡ്നസ് പാരിഷ് മീറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ദേവാലയങ്ങളെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 048027000893 8606420099. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു ദേവാലയത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒത്തുചേരാൻ കഴിയട്ടെ. അതുവരെ എന്നെയും നിങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.